ഹായ്. KTU ബിടെക് 2019 സ്കീമിൻ്റെ ഡിസംബർ 2024 സപ്ലി എക്സാമിൻ്റെ നാനോ പാർട്ടിക്കിൾസിൻ്റെ നാനോ മെറ്റീരിയൽസിൻ്റെ പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ സിന്തസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ബൈ സോൾട്ട് ജെൽ മെത്തേഡ്. നാനോ പാർട്ടിക്കിൾസ് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം നമുക്കറിയാം. മെയിൻ ആയിട്ടുള്ളത് ടോപ്പ് ഡൗൺ മെത്തേഡും ഉണ്ട്, ബോട്ടം അപ്പ് മെത്തേഡും ഉണ്ട്. അതിൽ ബോട്ടം അപ്പ് മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ് സോൾട്ട് ജെൽ മെത്തേഡും റിഡക്ഷൻ മെത്തേഡും. ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ സോൾട്ട് ജെൽ മെത്തേഡ് വഴിയുള്ള അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസിന്റെ പ്രിപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോൾട്ട് ജെൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? സോൾട്ട് ജെൽ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സോൾ ഇൻറ്റു ജെൽ. ഒരു സോള് ജെല്ലായി മാറുന്ന ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊളോയിഡൽ സിസ്റ്റം ആണ്. കൊളോയിഡ് ആണ്. സോളിഡ് പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡിനകത്ത് സോളിഡ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ് സോള്. ഇനി അപ്പൊ ജെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിനകത്ത് ലിക്വിഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതാണ് ജെല്ല്. അപ്പൊ ഈ ഒരു സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ സോൾ ജെൽ മെത്തേഡിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സോളിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജെല്ലാക്കി മാറ്റിയിട്ട് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ജെല്ല് നമുക്ക് പ്യൂരിഫിക്കേഷൻ, ഫിൽട്രേഷനോ വാഷിംഗ് ഒക്കെ നടത്തി നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ഇനി അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഹൈഡ്രോളിസിസ് ഓഫ് അലുമിനിയം ആൽക്കോക്സൈഡ് ബൈ സോൾട്ട് ജെൽ ടെക്നിക്ക്. അലുമിനിയം ആൽക്കോക്സൈഡ് ഹൈഡ്രോളിസിസ്, അഡീഷൻ ഓഫ് വാട്ടർ നടത്തുമ്പോഴാണ് നമുക്ക് അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ആണ്. ഒന്ന് പ്രിക്കസർ സെലക്ഷൻ, അതായത് അലുമിനിയം നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അലുമിനിയത്തിന്റെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയം നൈട്രേറ്റ് നോൺ ഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അതായത് 9 വാട്ടർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നോൺ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അലുമിനിയം നൈട്രേറ്റ് നോൺ ഹൈഡ്രേറ്റ് പ്രിക്കസർ ആയിട്ട് സെലക്ട് ചെയ്തു. ദെൻ അത് നമ്മൾ ഡി അയോണൈസ്ഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അയോൺസ് ഒക്കെ റിമൂവ് ചെയ്ത വാട്ടർ. സാധാ വാട്ടറിൽ കുറച്ച് അയോൺസ് ഒക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ റിമൂവ് ചെയ്തത്. അടുത്തത് കീലേറ്റിംഗ് ഏജന്റ് അഡീഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ അലുമിനിയം നൈട്രേറ്റ് നോൺ ഹൈഡ്രേറ്റ് എടുത്തു, അത് ഡി അയണൈസ്ഡ് വാട്ടറിൽ നന്നാക്കി ഡിസോൾവ് ചെയ്തു. അതിനുശേഷം അതിനകത്തേക്ക് സിട്രിക് ആസിഡ് പോലുള്ള ഏതെങ്കിലും ഒരു കീലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ അലുമിനിയം പ്രിക്കസറിന്റെ ആ ഒരു മോളാർ റേഷ്യോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സോൾ ഫോർമേഷൻ ആണ്. ഒരു കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ ആ ഒരു സൊല്യൂഷനെ നമ്മൾ സ്റ്റിർ ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റേബിൾ സോൾ ഫോം ചെയ്യും. സോൾ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, സോൾ ഫോം ചെയ്തു. ദെൻ ജെലേഷൻ ആണ്. ഫർദർ ഹീറ്റ് സൊല്യൂഷൻ ടു ഹയർ ടെമ്പറേച്ചർ ടു ഇൻഡ്യൂസ് ജെലേഷൻ. അതായത് അവിടെ ഒരു വിസ്കസ് ജെല്ല് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾ ഉണ്ടായി, സോൾ ജെല്ലായി മാറി. ദെൻ ഡ്രൈയിങ് ആണ്. ജെല്ലിനെ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ ഡ്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത സോൾവെന്റ് എല്ലാം റിമൂവ് ആയി പോയിക്കോളും. നെക്സ്റ്റ് കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഡ്രൈഡ് ജെൽ അറ്റ് എ ഹൈ ടെമ്പറേച്ചർ to remove any organic components and crystallize aluminum oxide nanoparticles. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം ഒരു പ്രിക്കസർ സെലക്ട് ചെയ്തു, അലുമിനിയം നൈട്രേറ്റിന്റെ ഒരു പ്രിക്കസർ സെലക്ട് ചെയ്തു. ദെൻ അത് ഡി അയോണൈസ്ഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. ദെൻ അതിനകത്തേക്ക് സിട്രിക് ആസിഡ് ആഡ് ചെയ്തു. ഓക്കെ, സിട്രിക് ആസിഡ് ആഡ് ചെയ്തു. ദെൻ നമ്മളത് ഹീറ്റ് ചെയ്തപ്പോൾ അവിടെ സോൾ ഫോം ചെയ്തു. സോൾ ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്ത് അതിനെ ജെല്ലാക്കി മാറ്റി. ദെൻ ആ ജെല്ലിനെ ഡ്രൈ ചെയ്ത് നമ്മുടെ സോൾവെന്റ്സിനെ ഒക്കെ റിമൂവ് ചെയ്തു. ദെൻ അതിനെ ഹൈ ടെമ്പറേച്ചറിൽ എബോവ് 500 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തു. അതിനെ കാൽസിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓർഗാനിക് കോമ്പോണൻസ് ഒക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ഫൈനലി അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് കിട്ടി. ഇതാണ് സോൾട്ട് ജെൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസിന്റെ പ്രിപ്പറേഷൻ.